ഇപ്പോഴുള്ള നമ്മുടെ ഈ നീലക്കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഇത് ഈ വെള്ളം ഒഴുകുമോ ഈ പൈപ്പിൽ കൂടെ? നീലൂർ വാട്ടർ സപ്ലൈ സ്കീമിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഞാൻ പറയുന്നത് എനിക്ക് ചിരിവരിക. ആദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പദ്ധതിക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കിയതും അതിന്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ MLA ചെയ്തതാണ്. ഏത് വർഷമെന്ന് ഓർമ്മയുണ്ടോ? ഒരു 10 വർഷത്തിന് മുകളിലാണ്. 10 വർഷം മുകളിൽ. അപ്പൊ നീലൂർ വാട്ടർ സപ്ലൈ സ്കീം പേര് തന്നെ കാരണം നീലൂരാണ് അതിന്റെ കേന്ദ്രം എന്നുകൊണ്ടാണ്. അവിടുന്ന് നീലൂരിൽ നിന്ന് മാറി നമ്മുടെ ഒരു 2 മുകളിലോട്ട് മാറി നമുക്ക് ഒരു വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടാക്കുന്ന സ്കീമിലാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ സപ്ലൈ സ്കീമിന് വാട്ടർ ടാങ്ക് വേണ്ടേ, വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനം വേണേ. അതുകൊണ്ടല്ലോ എവിടെ ഉണ്ട്? എവിടെ പറഞ്ഞു? മലങ്കരയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നീലൂർ ടാങ്കിൽ തീർക്കുന്നുണ്ടല്ലോ. അത് 10 കൊല്ലം കൊണ്ട് ഇനി ഉണ്ടാകില്ലല്ലോ. ആദ്യം ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ സപ്ലൈ ഉണ്ടാക്കണ ടാങ്ക് എവിടെ വെച്ചാൽ വെള്ളം അങ്ങോട്ട് ടാങ്കിലേക്ക് പമ്പ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഉണ്ടാകും. ഇതിപ്പോ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആയില്ല രാജ്യം മുഴുവൻ. അത് പമ്പ് കച്ചവടം നടക്കുന്നത്. പമ്പ് ഈ പൈപ്പ് കമ്പനി ആരാന്ന് പൈപ്പ് കമ്പനിയാരെ അവരുടെ കമ്മീഷൻ നല്ലോണം അടിക്കാന്നുള്ളതല്ലാതെ ജനത്തിന് ഒരു തുള്ളി വെള്ളം ഒരു 5 കൊല്ലം കൊണ്ട് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. മുഴുവൻ റോഡും തകർത്ത് തരിപ്പണമായി. ഈ മൂലമറ്റത്ത് നമുക്ക് ഈ പ്രോജക്റ്റിന്റെ ആവശ്യമായ വെള്ളം കിട്ടുമോ? കിട്ടും വെള്ളം. അത് മുഴുവൻ ഞാൻ നോക്കിയതാണ്. ഞാൻ പറയാം, അതായത് കൂട്ടിക്കൽ വില്ലേജ് വരെ വെള്ളം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ നീലൂർ വാട്ടർ സപ്ലൈ സ്കീം ഉയർത്താൻ കഴിയും. അന്ന് ഞാൻ നോക്കിയതാണ്. എന്ത് ചെയ്യണം? അത് ഒരു 3 ബൂസ്റ്റിന് ശേഷം വേണ്ടി വരും. അങ്ങനെയാണ് അപ്പൊ അത് പ്രോജക്ട് ഉണ്ടാക്കിയത്. ഇപ്പൊ ഇതൊന്നും പ്രശ്നമല്ല അവർക്ക്. ഇപ്പം ഗവൺമെന്റിന് ഇപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇടണം എന്നുള്ളതല്ലാതെ വഴി നല്ല പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഈ പൈപ്പ് വേണ്ടി റോഡ് മുഴുവൻ കുഴിക്കുക. ആ റോഡെല്ലാം വീണ്ടും റിപ്പയർ ചെയ്യാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടെന്ന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നായാലും ഞാൻ പറയുന്നത്. ഇതിപ്പം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഇനി അടഞ്ഞ മഴ വരുന്നത് ഒരു കാരണവശാലും ഇത് ചെയ്യാത്ത മര്യാദട്ട പണിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ റോഡില്ല, മുഴുവൻ റോഡ് തകർത്തു. ഈ പൈപ്പ് ഇത്രയും വലിയ പൈപ്പ് കൊണ്ടുവന്ന് റോഡല്ലേ മുഴുവൻ തകർക്കുക. റോഡ് ഗതാഗതം തകർത്തു. അതിൽ ഈ പൈപ്പ് കൊണ്ടുവന്ന് റോഡിൽ കൂടെ കൂട്ടിയിടുന്നു. ശരിക്കും സ്ഥലം വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് ഇടേണ്ടത്. കേട്ടോളൂ, ഇനിയും വരും, ഇനിയും എടുത്തിടും. ഈ പൈപ്പ് ഈ റോഡിലിടാൻ ഒരു നിയമമില്ല. സ്ഥലം വാടകയ്ക്ക് എടുത്തിടുന്നു ആണെന്ന് മാത്രമല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. 83 MP ഗംഗാധരൻ മന്ത്രിയായിരുന്നപ്പോൾ പുള്ളി ഒരു ചേന്നാട് വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടാക്കി. നല്ല സ്കീമായിരുന്നു. ഞാനും അതിന് പുറകെ കിടക്കുകയാണ്. അതിന് ആദ്യം പൈപ്പാ വന്നത്. അപ്പൊ ഞാൻ മന്ത്രി പൈപ്പ് മതി 3 ലോറി നിറച്ച് 3-4 ലോറി നിറച്ച് പൈപ്പ് കൊണ്ടെന്ന് ഇറക്കാണെങ്കിൽ മനുഷ്യൻ ഇറക്കാന്ന് MLA പറമ്പിലാണ് കിടക്കുന്നത്. MLA പറമ്പത്തിന് ഇറക്കി നമ്മുടെ റബ്ബറും കളഞ്ഞ് പൈപ്പ് അവിടെ കിടന്ന്. അത് കഴിഞ്ഞ് MP എങ്ങാനും ചത്തും പോയി. വാട്ടർ സപ്ലൈ നടന്നില്ല. നാട്ടിൽ ഈരാറ്റുപേട്ടുള്ള എല്ലാവരുടെയും ഒരു കക്കൂസിന്റെ പൈപ്പ് മുഴുവൻ ഇപ്പം അന്നത്തെ പൈപ്പാണ്. ആരോട് പറയാനാ? മുഴുവൻ എടുത്തോണ്ട് പോയായിരുന്നു. ഇത് വണ്ണം കൂടി പൈപ്പാണ്. ഞാൻ മിണ്ടാൻ പോയില്ല. ഇത് അത്രയെങ്കിലും മനുഷ്യന് അത്രയെങ്കിലും ഉപയോഗപ്രദമായ സാധനം. കാരണം വെച്ചാൽ വേറെ ടെൻഡറില്ല. ഈ പൈപ്പ് വെറുതെ കൊണ്ടുവന്നിട്ടതായി. ഇതും അതുപോലെ വരാൻ പോവുക. ഇതെനിക്കിപ്പോ റോഷിയാണ് മന്ത്രി. എനിക്ക് റോഷിയോടെ പറ്റി കുറ്റം പറയാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശം കിടക്കുന്നില്ല. പക്ഷെ റോഷിയോട് ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈന് വേണ്ടി ഇങ്ങനെ പൈപ്പ് മേടിച്ചു കൂട്ടും. എനിക്ക് വിരോധമില്ല. ഒരു 10-15 ലോറി പൈപ്പ് ഇപ്പോഴും വഴി കൂടെ കിടപ്പുണ്ട്. ലോറിയിൽ നിന്ന് ഇറക്കാം. അതും കുഴപ്പമില്ല. ഇറക്കട്ടെ. എവിടെ കൊണ്ട് ഇറക്കിയത് വേറെ വലിയ കുഴപ്പം അല്ല. ഞാൻ ഇതിലും നല്ലത് നമ്മുടെ ആ മലകിന് തുറന്നു തീർത്ത് ഇത് ആറ്റുകൂടി വെള്ളം ഒഴുകണം. എത്ര നല്ല പ്രോജക്റ്റ് ആയിരുന്നു. എത്ര കോടി രൂപ ലാഭം ഉണ്ടായിരുന്നു. ലാഭം അതിനകത്തൊരു കുഴപ്പമുണ്ട്. ഞാൻ നോക്കിയതാണ്. അതെന്താന്ന് ചോദിച്ചാൽ മലങ്കരയിൽ നിന്ന് കൊണ്ടുവന്നാൽ നമ്മുടെ ഇടമറിയില്ല കൊണ്ടുവന്ന് ചാടിക്കാവുന്ന സ്ഥലം. വേറെ ഒരിടത്തും പറ്റിയല്ല. നോക്കി അതിന്റെ ഈ ആൾട്ടിറ്റ്യൂഡ് നോക്കുമ്പോൾ ഒപ്പം അതിന്റെ റിപ്പോർട്ട് എല്ലാം എന്റെ കയ്യിലുണ്ട്. അവിടെ ഒന്ന് വെള്ളം ചാടിക്കാൻ പറ്റും. കള്ളാ പറയുന്നത്. ഞാനത് മുഴുവൻ തെളിയിച്ചതാണ്. അല്ല, എന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. അതാണ് പറഞ്ഞത്. അവിടെ വെള്ളം ചാടിക്കാൻ പറ്റുന്നുള്ളത്. അതായത് ചാടിക്കാൻ പറ്റുന്നതിന് കളത്തുകൂടെ വഴി വെള്ളം ഇടാവുന്നുള്ള നമ്മളത് കണ്ടത്. മൂന്നൂല് കൊണ്ട് ചാടിച്ച് 2 വഴി കളത്തുകൂടി വഴി പോകും. പക്ഷെ അത് ഫീസിബിൾ അല്ല എന്ന് 3 ചീഫ് എഞ്ചിനീയേഴ്സ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അതിന്റെ മുഴുവൻ പ്രോജക്റ്റ് എന്റെ കയ്യിലുണ്ട്. ആ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ഓരോ തെറ്റുകൾ ഉണ്ടാക്കുന്നത് നമ്മളെ ചുറ്റിക്കാൻ, കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. അതിനെതിരെ നടക്കില്ല. അത് ഞാൻ നോക്കിയതാണ്. അല്ലെങ്കിൽ അതല്ലേ ഞാൻ ഇഷ്ടപ്പെട്ടത്. കാരണം ഈ പൈപ്പ് സാറിനെ കൊണ്ട് കാണിക്കാം. ആ റിപ്പോർട്ട് തെറ്റാന്ന് ഞാൻ തെളിയിച്ചു തരാം.
നീലു വാട്ടർ സപ്ലൈ സ്കീം അങ്ങ് ഉണ്ടാക്കാത്ത കാരണം തന്നെ ഈ മലങ്കര സ്കീം തുരങ്ക സ്കീം നടക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ്. അല്ല ഈ മലങ്കര ഇപ്പോഴത്തെ ഈ സ്കീം തന്നെ അതിന്റെ പ്രോജക്റ്റ് സർക്കാരിന് കൊടുത്തതാണ്, ഫീസിബിൾ അല്ല എന്ന റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായം? നീലു വാട്ടർ സപ്ലൈ സ്കീം ഫീസിബിൾ ആണ്, അതിനെപ്പറ്റി അല്ലെന്ന് പറയുന്നത് വെറും വൃത്തികളാണ്. എനിക്ക് ഉത്തരവാദിത്വമാണ്. അത് പമ്പിംഗ് മെയിൻ സൈതും നടപടിയിലേക്ക് പോയാൽ മതി, ഒരു പ്രശ്നം. പക്ഷെ വെള്ളം പമ്പ് ചെയ്ത് കയറാനുള്ള സമയമില്ല. ഉണ്ടെന്നേ, വെള്ളം കയറ്റാൻ പറ്റും, ആവശ്യത്തിന് വെള്ളം കിട്ടും. കാരണം ഈ തൊടുപുഴ ആറ് എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത അല്ല. കാരണം മലങ്കര തന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ആ മലങ്കര ആ ഭാഗത്ത് ഒരു വെള്ളം പമ്പ് ചെയ്യുന്ന സംവിധാനം കൊടുക്കാൻ വെള്ളം എന്നേരമാണ് കിട്ടാനുള്ളത്. പക്ഷേ ഈ വെള്ളം അവിടെ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വേണം. ആയിക്കോട്ടെ, അത് അവരെ തർക്കം, അത് തെറ്റാന്ന് അന്ന് തെളിയിച്ചായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ ഈ നീലു വാട്ടർ സപ്ലൈ സ്കീം വന്നു കഴിഞ്ഞാൽ തൊടുപുഴയാറ്റിക്കൂടെ വെള്ളമില്ലെന്നാണ്. അങ്ങനെ വെള്ളമില്ലെന്നാകാൻ പറ്റും. അതുകൊണ്ട് മൂവാറ്റുപുഴ. പക്ഷേ എന്തായാലും ഈ ഇത്രയും ഹൈറ്റിൽ കൊണ്ടുവന്ന് വെള്ളം ടാങ്കി സ്ഥാപിച്ച് വെള്ളം എടുക്കുമ്പോൾ അതിന്റെ ആ ഗ്രാവിറ്റി ഫോഴ്സിൽ ഇത്രയും വലിയ പൈപ്പ് വേണം. പൈപ്പ് എല്ലാം പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയൊക്കെ ചെയ്ത് ഞാനിത് മറുപടി പറയാം. എനിക്ക് അതിനെപ്പറ്റി മറുപടി ഇല്ല. അതൊക്കെ അതിന്റെ ഫീസിബിലിറ്റി ചർച്ച ചെയ്യേണ്ടതാണെന്ന് മാത്രമേ. ഓക്കെ, താങ്ക് യു.